നമസ്കാരം. കടുത്ത ധനപ്രതിസന്ധിക്കിടയിൽ സാമ്പത്തിക വളർച്ചയുടെ കണക്കുകൾ നിരത്തി സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് നിയമസഭയിൽ. കഴിഞ്ഞ സാമ്പത്തിക വർഷം 12.01% വളർച്ച നേടിയതായാണ് റിപ്പോർട്ട്. ഉത്തേജക പാക്കേജ് സാമ്പത്തിക സ്ഥിതി വീണ്ടെടുക്കാൻ സഹായിച്ചതായി റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. അതേസമയം സംസ്ഥാനത്തിന്റെ പൊതുകടം 2.1 ലക്ഷം കോടിയായി വർദ്ധിച്ചു. 2012-13 ശേഷമുള്ള ഏറ്റവും ഉയർന്ന വളർച്ചാ നിരക്കാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. റവന്യൂ കമ്മിയും ആഭ്യന്തര ഉൽപാദനവും തമ്മിലുള്ള അനുപാതം 4.11 കുറഞ്ഞു. ഇത് 2023 3.91 കുറയുമെന്നും അവലോകന റിപ്പോർട്ട് പറയുന്നു. നാളെയാണ് സംസ്ഥാന ബജറ്റ് ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ആ പശ്ചാത്തലത്തിലാണ് ബജറ്റ് പ്രതീക്ഷ കാക്കുമോ എന്ന് പ്രൈം ഡിബേറ്റ് പരിശോധിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. BJP നേതാവ് ശ്രീ BG വിഷ്ണു, കോൺഗ്രസ് നേതാവ് ശ്രീ രാജു P നായർ, ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് ബലദേവ് എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം അഡ്വക്കേറ്റ് ബലദേവിലേക്ക്. താങ്കൾ ഇന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. സംസ്ഥാനം കടക്കെണിയിലാണ് എന്ന തരത്തിലുള്ള വ്യാപകമായൊരു പ്രചാരണം നടക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഇതൊരു പ്രചാരണം മാത്രമാണോ അഡ്വക്കേറ്റ് ബലദേവ്? ഈ സാമ്പത്തിക റിപ്പോർട്ട് അടക്കം പറഞ്ഞു വെക്കുന്നത് ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിൽ തന്നെയാണ് സംസ്ഥാനം എന്നല്ലേ? സാമ്പത്തിക വിദഗ്ധരായ പോൾ ക്രൂച്ച്മാൻ ബജറ്റിനെ കുറിച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക രാഷ്ട്രീയ തലരേഖയാണ് ബജറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്നലെ ഒരു ബജറ്റ് കണ്ടു, നമ്മൾ അതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തു. അതിനെ സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തിയത് നോ ഫോക്കസ് ബജറ്റ് എന്നാണ്. 150 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ ഒരു ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അതിന് പ്രത്യേകിച്ചൊരു ഫോക്കസ്, കേന്ദ്രീകൃതം ഉണ്ടാകും. അങ്ങനെ ഒരു ഫോക്കസ് ഇല്ലാത്ത ഒരു ബജറ്റ്, അതിലേക്ക് ഞാൻ വിശദമായിട്ട് കിടക്കുന്നില്ല, നമ്മുടെ വിഷയം അതല്ലാത്തത്. ഇവിടെ നമ്മൾ നാളെ കേരളത്തിന്റെ ബജറ്റിലേക്ക് വരികയാണ്. കേരളത്തിന്റെ ഇപ്പം നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും അവലോകനങ്ങളോട് വരികയുണ്ട്. രണ്ട് മൂന്ന് കാര്യങ്ങളായിട്ടാണ് ഞാൻ അതിന് വിശകലനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നമ്മൾ 1957 കേരള സംസ്ഥാനം ഉണ്ടായി. നാളിതുവരെയുള്ള കടത്തിന്റെ ചുരുക്കത്തിൽ പറഞ്ഞാൽ 57 മുതൽ 97 വരെ നമ്മുടെ റവന്യൂ ഡെഫിസിറ്റ് 10,000 കോടി രൂപയായിരുന്നു. 97 മുതൽ 2016 വരെ അത് 2 ലക്ഷം കോടിക്ക് മുകളിൽ. ഇപ്പോഴത്തെ നമ്മുടെ റവന്യൂ ഡെഫിസിറ്റ് അഭിലാഷ് പറഞ്ഞല്ല 3.95 ലക്ഷം കോടി വന്ന് നിൽക്കുന്ന റവന്യൂ ഡെഫിസിറ്റ് അങ്ങനെ വന്ന് നിൽക്കുകയാണ്. നമ്മുടെ മൊത്തം അത് 4 ലക്ഷം കോടി കവിഞ്ഞേക്കാം ബജറ്റ് വരും ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഇത് 1957 മുതൽ നാളിതുവരെയുള്ള നമ്മുടെ കേരളത്തിന്റെ സാമ്പത്തികമായിട്ടുള്ള കടമാണ്. അത് ക്രമാനുഗതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഗവൺമെന്റ് വരുമ്പോ 2.25 ലക്ഷം കോടിയാണ് 2016. പിന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട 2-3 കാര്യങ്ങൾ. ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത്, ഇപ്പം മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച് 2 ക്രൈസിസ് ആണ്. ഒന്ന് ഇക്കണോമിക് ക്രൈസിസ് എന്ന് പറയും, മറ്റൊന്ന് ഫിസ്ക്കൽ ക്രൈസിസ് എന്ന് പറയും. ഇക്കണോമിക് ക്രൈസിസ് എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുണ്ടാകുന്ന ക്രൈസിസ് ആണ്. ഫിസ്ക്കൽ ക്രൈസിസ് ആണ് ധനകാര്യ ക്രൈസിസ്. ഇത് രണ്ടും രണ്ടാണ്. ഇക്കണോമിക് ക്രൈസിസ് എന്ന് പറയുമ്പോൾ മേഖലകളിൽ മുരടിപ്പുണ്ടാവുക, ആ മുരടിപ്പിന്റെ ഫലമായിട്ട് അൺഎംപ്ലോയ്മെന്റ് വളരെ കൂടുതലായിട്ടുണ്ടാവുക. കേരളത്തെ സംബന്ധിച്ച് ഇക്കണോമിക് ക്രൈസിസ്, അതായത് അങ്ങനെ ഒരു സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ നിലയിൽ ഇല്ല. എന്നാൽ ഫിസ്ക്കൽ ക്രൈസിസ്, അതായത് ധനകാര്യ പ്രതിസന്ധി ഉണ്ടാകുന്നത് വരവ് ചെലവുമായി ബന്ധപ്പെട്ടാണ്. വരവിനേക്കാൾ ചെലവ് കൂടുകയും ചിലവാക്കുന്ന തുക പലപ്പോഴും പ്രത്യുൽപാദനപരമല്ലാത്ത രീതിയിൽ പോവുകയും ചെയ്യുമ്പോൾ ഫിസ്ക്കൽ ക്രൈസിസ് കൂടും. കേരളത്തെ സംബന്ധിച്ച് ഫിസ്ക്കൽ ക്രൈസിസ് കൂടുന്നു. അതിന്റെ കാരണം ഇത് തന്നെയാണ്. നമ്മൾക്ക് നമ്മുടെ വരവിന്റെ 70% ശമ്പളം, പലിശ, മറ്റു കാര്യങ്ങൾക്കായിട്ട് പോകും. പിന്നീട് നമുക്ക് പദ്ധതി വായിക്കാത്തടുത്ത് വളരെ 29%. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചെലവാക്കുന്ന പണത്തിൽ നിന്ന് നമുക്ക് തിരിച്ച് ഉത്പാദനക്ഷമത ഇല്ലാതെ പോകുമ്പോൾ നമ്മൾ ഫിസ്ക്കൽ ക്രൈസിസിലേക്ക് പോകും. അതിവിടെ നടന്നുകൊണ്ടിരിക്കും. ഇവിടെ അതിന് ചില കാരണങ്ങളുണ്ട്. ഒന്നാമതായിട്ട് നമുക്ക് പറയാനുള്ളത് 2021 വരെ
നമ്മുടെ സംസ്ഥാനത്തിന് കേന്ദ്രത്തിന്റെ പദ്ധതി വിഹിതമായി ലഭിക്കുന്നത് 2.25% ആയിരുന്നു. അന്ന് ഉത്തർപ്രദേശിന് 16%, അന്ന് ജനസംഖ്യ അടിസ്ഥാനത്തിൽ 16%. 2021 അത് 1.925 ആയിട്ട് കുറച്ചു. UPക്ക് 18% കൂടി. അങ്ങനെ 1.95 ആയിട്ട് കുറച്ചപ്പോൾ നമുക്ക് 2021 തന്നെ 2616 കോടി രൂപയുടെ കുറവുണ്ടായി. ഇപ്പോൾ ഇന്നലത്തെ ബജറ്റിൽ നമുക്ക് അവതരിപ്പിച്ചിരിക്കുന്നത് 19,663 കോടി രൂപയാണ്. ഈ 0.5 കുറഞ്ഞപ്പോൾ നമുക്കുണ്ടായ നഷ്ടം ചെറുതൊന്നുമല്ല, 5000 കോടിയാണ്. നമുക്ക് നേരത്തെ 2.5% നമുക്ക് 2.5 കിട്ടിക്കൊണ്ടിരുന്നെങ്കിൽ നമുക്ക് വേണ്ട 5000 കോടി രൂപയോളം അധികം കിട്ടണമായിരുന്നു. ഈ 19,663 കോടി രൂപ എന്ന് പറയുന്നത് കോർപ്പറേഷൻ ടാക്സ്, ഇൻകം ടാക്സ്, GST, കസ്റ്റംസ് ഡ്യൂട്ടി, സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി, ഇങ്ങനെ 5 രീതിയിലുള്ള കേന്ദ്രം പിരിക്കുന്ന നികുതിയുടെ വിഹിതമായിട്ട് നമുക്ക് ലഭിക്കുമ്പോൾ UPക്ക് ലഭിക്കുന്നത് 1.83 ലക്ഷം കോടിയാണ്. അവിടെ ജനസംഖ്യ കൂടുതലാണ്, ഞാൻ അംഗീകരിക്കുന്നത്. പക്ഷേ അത് കേന്ദ്ര നീതി ആയോഗ് കൊണ്ടുവന്ന ഒരു പുതിയ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് നമുക്ക് 2021 വരെ 57 മുതൽ 2021 വരെ കിട്ടിക്കൊണ്ടിരുന്ന നികുതി വിഹിതം കുറഞ്ഞപ്പോൾ ഒരു വർഷം ഉണ്ടാകാൻ അടുത്ത വർഷത്തെ കുറവ് 5000 കോടിയാണ്. കേരളത്തെ പോലുള്ള സംസ്ഥാനത്തിന് താങ്ങാൻ പറ്റുന്നതല്ല. മറ്റൊന്ന് GST നടപ്പിലാക്കി. GST നടപ്പിലാക്കിയപ്പോൾ കേരളം പോലൊരു കൺസ്യൂമർ സ്റ്റേറ്റിന് അങ്ങേയറ്റം നഷ്ടമുണ്ടായി. ആ നഷ്ടം കേന്ദ്രം പരിഹരിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ 2022 നിർത്തലാക്കിയപ്പോൾ നമുക്ക് വീണ്ടും വരുമാനം കുറഞ്ഞു. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫിസിക്കൽ ഡെഫിസിറ്റ് ആക്ട് തന്നെ പറയുന്നു ഫിസിക്കൽ ഡെഫിസിറ്റ് എപ്പോഴും 3.3% കുറവായിരിക്കണം. നമ്മുടെ സ്റ്റേറ്റിനെ സംബന്ധിച്ച് ഇപ്പോഴും ഫിസിക്കൽ ഡെഫിസിറ്റ് 4% കുറവാണ്. റവന്യൂ ഡെഫിസിറ്റ് വന്നാൽ 4% കുറവാണ്. പക്ഷേ കേന്ദ്രത്തിന് ഞാൻ കമ്പയർ ചെയ്യല, ഇന്ത്യക്കകത്തുള്ള സംസ്ഥാനം അത് 4.7% കൂടുതലാണ്. ഒന്നത്. മറ്റൊന്ന്, കേന്ദ്രത്തിനുള്ള ഒരു പ്രത്യേകത, എത്ര കോടി രൂപ ബജറ്റ് വരെപ്പോൾ ഫിസിക്കൽ ഡെഫിസിറ്റ് ഉണ്ടായിരുന്നു. ആ ഫിസിക്കൽ ഡെഫിസിറ്റ് നികത്തിയെങ്കിൽ മാത്രമേ ബജറ്റിൽ പറയുന്ന പദ്ധതികൾ പൂർത്തീകരിക്കാൻ പറ്റൂ. അപ്പൊ അതിന് കേന്ദ്രം ചെയ്യുന്നത്, കേന്ദ്രത്തിന് 2 വഴിയുണ്ട്. ഒന്ന്, നോട്ടടിച്ച് കറൻസികൾ അടിക്കാം. 2, ഓഹരികൾ വിൽക്കാം. ഒരു ഒറ്റ കണക്ക് ഞാൻ പറയാം. 2016 നോട്ട് നിരോധിക്കുമ്പോൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന 16.25 ലക്ഷം കോടി രൂപയാണ്. ഇന്ന് ഇന്ത്യയിൽ റിസർവ് ബാങ്ക് കഴിഞ്ഞ മാസത്തിൽ പുറത്തുവിട്ട കണക്കനുസരിച്ച് 30 ലക്ഷം കോടി രൂപയുടെ നോട്ടുകൾ സർക്കുലേഷൻ ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ 7 വർഷമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് 14 ലക്ഷം കോടി കള്ളനോട്ട് ഇല്ലാതാക്കണമെന്ന് പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റ് തന്നെ 16 ലക്ഷത്തിൽ നിന്ന് 30 ലക്ഷം കോടിയാണ് ഇന്ത്യയിലെ കറൻസി നോട്ടിന്റെ വിനിമയം. 10 കോടി നോട്ടുകൾ അടിച്ചു. അപ്പം ഇത് തീർച്ചയായിട്ടും ഇങ്ങനെ നോട്ട് അമിതമായിട്ട് അടിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താ? ഇൻഫ്ലേഷൻ സംഭവിക്കുകയാണ് നോക്കുന്നത്. നോട്ട് അമിതമായിട്ട് ഉണ്ടാകുമ്പോൾ നാണയപ്പെരുപ്പമാണ് ഉണ്ടാകുന്നത്. അത് ഒരു ഇന്ത്യയിലെ മൊത്തം സംസ്ഥാനങ്ങളെയും ബാധിക്കും. പിന്നെ ഇവർ പെരുപ്പിച്ച് കാണിക്കുന്ന ഒരു കാര്യം, പൊട്ടൻഷ്യൽ GDPയും ആക്ച്വൽ GDPയും. ഈ പൊട്ടൻഷ്യൽ GDP ആണ്. അപ്പൊ അതിനെക്കുറിച്ച് വിശദമായിട്ട് ചിലപ്പോൾ സംസാരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് 7.7%. അല്ല, തീർച്ചയായും നമുക്ക് ഈ കഴിഞ്ഞ ദിവസമായിരുന്നു കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അത്തരം കണക്കുകളിലേക്ക് ഞാനും കടക്കാത്തത്. ഞാൻ താങ്കളിലേക്ക് വളരെ പെട്ടെന്ന് വരാം. ശ്രീ വിഷ്ണു, ഇവിടെ പ്രതിപക്ഷ നേതാവിന്റെ ഒരു പ്രതികരണം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഈ ചർച്ച മുന്നോട്ട് പോകേണ്ടതാണ്. എങ്കിലും പ്രധാന